അല്ല, അത് അങ്ങനെ ഇതൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെയും അല്ലെങ്കിൽ പാർട്ടിയുടെ ഓൾ ഇന്ത്യ ലീഡർഷിപ്പിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമാണല്ലോ ഇതൊക്കെ വരുന്നത്. അതായത് ഞങ്ങളെല്ലാവരും സന്തോഷവാന്മാരാണ്. കേരളത്തിന് കിട്ടിയിട്ടുള്ള, പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ BJP കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരമായിട്ട് ഞങ്ങൾ കാണുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും സന്തോഷപൂർവ്വം അതിനെ സ്വാഗതം ചെയ്യുക. അല്ല, ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്, നല്ല ലീഡറാണ്. അതിനപ്പുറം എന്താണ് ഉദ്ദേശിക്കുന്നത്? കൈരളി ചാനലിൻ്റെ എന്തെങ്കിലും കൊടുക്കാൻ ഐഡിയ ഉണ്ടോ? അത് പാർട്ടി കേന്ദ്രഘടന നിശ്ചയിക്കും. അതൊന്നറിയില്ല. കാരണം അതിനൊക്കെ സംബന്ധിച്ചാലും കേന്ദ്രത്തിൽ ഇപ്പം ഞങ്ങളുടെ പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ബൂത്ത് തലങ്ങൾ മുതൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു പാർട്ടിയാണ്. അതിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അത് ഓൾ ഇന്ത്യ ഘടകങ്ങൾ നിശ്ചയിക്കും. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, എങ്ങനെയാണ് ഇനിയിപ്പോൾ ഒരു സംഘടനാപരമായിട്ട് എന്തെങ്കിലും ഒരു പുതിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുമോ, അതോ ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും? എങ്ങനെയാണ്? അല്ല, അതിന് സംഘടനാപരമായ ചുമതലകളെയൊക്കെ സംബന്ധിച്ച് സെൻട്രൽ പാർട്ടി ലീഡർഷിപ്പാണ് നിശ്ചയിക്കുന്നത്. അത് താഴെ ബൂത്ത് തലങ്ങൾ മുതൽ അഖിലേന്ത്യാ തലങ്ങളിൽ വരെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു പാർട്ടിയാണ് BJP. അപ്പോൾ അതിൻ്റെ സംവിധാനങ്ങളുണ്ടാവും. അത് കേന്ദ്ര പാർലമെൻ്ററി ബോർഡും ബന്ധപ്പെട്ട ആളുകൾ ആലോചിച്ച് തീരുമാനമെടുക്കും.